arithmetic mean. ഒന്നിലധികം അരിതമെറ്റിക് മീൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക? If x1 bar and x2 bar are the means of two group of n1 and n2 observation respectively, the mean of the combined group of n1 plus n2 is given by x bar equal to n1 x1 bar plus n2 x2 bar divided by n1 plus n2. n1 observations inde mean x1 bar ആണ്. n2 observations inde mean x2 bar ആണെങ്കിൽ കമ്പൈൻഡ് മീന്, അതായത് ഇവ തമ്മിലുള്ള ടോട്ടൽ മീൻ എന്ന് വെച്ചാല് എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അത് നോക്കാം. ദ മെയിൻ സ്കോർ obtained in an examination by a group of 100 students were found to be 50. The mean of the score obtained in the same examination by another group of 200 students was 57. Find the mean score obtained by both the groups taken together. 100 പേരുടെ മാർക്കിന്റെ മീന് 50 ആണ് കിട്ടിയത്. അതില് സെക്കൻഡ് സെന്റൻസ് പറയുന്നത് n2 200 ഗ്രൂപ്പ്സ്, വേറൊരു ഗ്രൂപ്പ് ഉണ്ട് 200 പേരുടെ ഗ്രൂപ്പിന്റെ മാർക്കുകളുടെ മീന് 57 ആണെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിന്റെയും കൂടിയുള്ള കമ്പൈൻഡ് മാർക്ക് എത്രയാണ് എന്നാണ് ചോദ്യം. സോ ഡയറക്റ്റ് ഫോർമുലയാണ് എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 plus n2, which is equal to n1 100 into x1 bar 50 plus n2 ന്റെ വാല്യൂ 200 into x2 bar എത്രയാ 57 divided by n1 plus n2 ഇപ്പൊ എത്രയായി 100 plus 200, which is 100 into 50 5000 plus 200 into 57 11400 divided by 100 plus 200 300, which is equal to ഇവ തമ്മിൽ സം ചെയ്യുമ്പോ എത്രയാ ആൻസർ 0 0 4 6 1 divided by 300. നോക്കൂ 164നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ല ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. 164നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 54.67. Next one, the mean weight of 150 students in a certain class is 60 kilograms. 150 കുട്ടികളുടെ മീൻ വെയിറ്റിന്റെ ശരാശരി തന്നിരിക്കുന്നത് 60 kilograms ആണ്. The mean weight of boys in the class is 70 kilograms. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോയ്സിന്റെ വെയിറ്റ് x1 ബാർ തന്നിട്ടുണ്ട് 70 kilograms ആണ്. n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്പർ ഓഫ് ഗേൾസ് ആണ്. ഗേൾസിന്റെ മീനിനെ x2 ബാർ ആയിട്ട് വിളിക്കണോ. x2 ബാർ 55 kilograms ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ്. അപ്പൊ ക്ലാസ്സിലുള്ള ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്പർ ആണ് ചോദിക്കുന്നത്. സോ ഫോർമുല ഞാൻ എഴുതിയിടണോ. എക്സ് ബാർ ഈക്വൽ ടു n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു n1 അറിയില്ല. n1 ഇൻറ്റു x1 ബാർ തന്നിട്ടുണ്ട് 70 kilograms ആണ്. പ്ലസ് n2 നമുക്ക് അറിയില്ല.
x2 ബാർ അറിയാം. x2 ബാർ എത്രയാണ്? 55 kilograms ആണ്. ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ടോട്ടല് n1ഉം n2ഉം കൂടെ ടോട്ടല് എത്രയാ? 150 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഗേൾസും ബോയ്സും കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ 150 കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. സോ n1 പ്ലസ് n2 ഈക്വൽ ടു 150 ആണെങ്കിൽ n1 ഈക്വൽ ടു 150 നിന്ന് n2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്ലസ് n2 ഈ ഭാഗത്ത് എത്തിയപ്പോ നെഗറ്റീവ് n2 ആയി മാറി. ഇനി ചെയ്യാനുള്ളത് ഈ ഇക്വേഷനില് കമ്പൈൻഡ് അരിത്തമെറ്റിക് മീനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 60 ഈക്വൽ ടു n1. n1ന്റെ പ്ലേസിൽ ആരാണ് നോക്കൂ? 150 മൈനസ് n2 ഇൻറ്റു ആര് ഇവിടെ ഉള്ളത്? 70 പ്ലസ് n2 ഇൻറ്റു 55 ഡിവൈഡഡ് ബൈ 150. അടുത്ത സ്റ്റെപ്പില് 150നെ 60ന്റെ കൂടെ കൊണ്ടുവന്നു. അന്നേരം എന്തായി മാറി? 60 ഇൻറ്റു 150 ഈക്വൽ ടു, ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം. അപ്പൊ 150 ഇൻറ്റു 70 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 10,500 മൈനസ് n2 ഇൻറ്റു 70. അപ്പൊ 70 n2 പ്ലസ് 55 n2. Then 60 into 150 ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9,000 കിട്ടും. മൈനസ് ഇവിടെ നോക്കൂ, എന്നിന്റെ ടേംസില്ല, നമ്പർ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് ആണ്. അപ്പൊ അത് ഈക്വൽ ടു ഇങ്ങേ ഭാഗത്ത് വന്നപ്പോ നെഗറ്റീവ് ആയി മാറി. 10,500 ഈക്വൽ ടു നെഗറ്റീവ് 70 n2 പ്ലസ് 55 n2. Then 9,000ൽ നിന്ന് 10,500 മൈനസ് ചെയ്യുക. വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുമ്പോൾ 1,500 ഈക്വൽ ടു, ഇവിടെ നോക്കൂ രണ്ടും n2 ആണ്. ഒന്ന് നെഗറ്റീവ്, അടുത്തത് പോസിറ്റീവ്. ആൾട്ടർനേറ്റീവ് സിമ്പല് വരുമ്പോൾ വലുതെന്ന് ചെറുത് കഴിച്ചു, വലുതിന്റെ സിമ്പൽ ഇട്ടു. സോ നെഗറ്റീവ് 15 n2. ഇനി n2ന്റെ വാല്യൂ എങ്ങനെ കിട്ടും? നെഗറ്റീവ് 1,500 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 15 ഈക്വൽ ടു ആണ് n2. നെഗറ്റീവ് കട്ട് ചെയ്തു പോയി. 1,500നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ്? 100 ആണ് n2 കിട്ടുക. അപ്പൊ n2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗേൾസ് ആണ്. ഗേൾസിന്റെ എണ്ണം എത്രയാണ് കിട്ടിയത്? 100 ആണ്. ഇനി ചെയ്യാനുള്ളത് n1ഉം n2ഉം കൂടെ സം ചെയ്യുമ്പോൾ 150 ആണ് തന്നിരിക്കുന്നത്. n2 നമുക്ക് കിട്ടിയിരിക്കുന്ന 100 ആണ്. സോ n1 ഈക്വൽ ടു 150 മൈനസ് n2ന് എത്ര നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു? n2ന്റെ വാല്യൂ 100 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണു. n2 100 ആണ്. 150ൽ നിന്ന് 100 പോയി കഴിഞ്ഞാൽ ആൻസർ എത്രയാണ്? 50. സോ n1ന്റെ വാല്യൂ 50 ആണ്. n2 100 ആണ്. n1 എന്ന് പറഞ്ഞാല് ബോയ്സ് ആണ്. സോ ബോയ്സിന്റെ എണ്ണം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ 50 ആണ് കിട്ടി. n2 ഗേൾസ് ആണ്. ഗേൾസിന്റെ എണ്ണം എത്ര പേരാണ്? 100 ആണ്. അപ്പൊ കമ്പൈൻഡ് മീന് വെച്ചിട്ട് ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള കേസ് പറയാം. കെ ഗ്രൂപ്പ് ഉണ്ട്. ഈ കെ ഗ്രൂപ്പിന്റെ മീന് x1 ബാർ x2 ബാർ എക്സെട്ര എക്സ് കെ ബാർ ആണെങ്കിൽ കമ്പൈൻഡ് മീന് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n1 x1 ബാർ പ്ലസ് n2 x2 ബാർ പ്ലസ് എക്സെട്ര പ്ലസ് nk xk ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 പ്ലസ് എക്സെട്ര പ്ലസ് nk. ഇത് ജനറൽ ആയിട്ടുള്ള ഫോർമുലയാണ്, അറിഞ്ഞിരിക്കുക. The mean of a group of 100 observation is known to be 50. 100 ഒബ്സർവേഷൻസിന്റെ മീന് x ബാർ 50 ആണ് എന്ന് തന്നിരിക്കുന്നു. Later it was discovered that two observations were measured as 92 and 8 instead of 192 and 88. അതായത് പിന്നീട് മനസ്സിലായി 192നെയും 88 ഈ രണ്ട് വാല്യൂസിന് പകരം തെറ്റായിട്ട്
92ഉം 8ഉം എൻ്റർ ചെയ്തതിന് ശേഷം കിട്ടിയ മീനാണ് ഇത്. അങ്ങനെയെങ്കിൽ കറക്റ്റ് വാല്യൂസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഇത് ചെയ്യാനുള്ള പ്രൊസീജിയർ. എക്സ് ബാർ ഈക്വൽ ടു 50 ആണ്. അപ്പൊ എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല സിഗ്മ എക്സ് ബൈ എൻ ആണ്. എന്ത് എക്സ് ബാർ സിഗ്മ എക്സ് നമുക്ക് അറിയില്ല, ഡിവൈഡഡ് ബൈ എൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാണ്? 100, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ബാർ. എക്സ് ബാർ എത്ര തന്നിട്ടുണ്ട്? 50 ആണെന്ന് തന്നിരിക്കുന്നു. സോ സിഗ്മ എക്സ് ഈക്വൽ ടു 50 ഇൻറ്റു 100 വിച്ച് ഈസ് ഈക്വൽ ടു 5000. അപ്പോ ഈ സിഗ്മ എക്സ് ഈക്വൽ ടു 5000 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള മീന് ബേസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത സിഗ്മ എക്സ് ആണ് 5000. ഇനി വേണ്ടത് എന്താ? കറക്റ്റ് സിഗ്മ എക്സ് വേണം, എന്നാലല്ലേ കറക്റ്റ് മീന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ കറക്റ്റ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല കറക്റ്റ് സിഗ്മ എക്സ് ഈക്വൽ ടു ഇൻകറക്റ്റ് സിഗ്മ എക്സിൽ നിന്ന് ഇൻകറക്റ്റ് വാല്യൂസ് മൈനസ് ചെയ്യുക പ്ലസ് കറക്റ്റ് വാല്യൂസ്. ഇതാണ് അതിന്റെ ഫോർമുല. അപ്പൊ കറക്റ്റ് സിഗ്മ എക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻകറക്റ്റ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സിഗ്മ എക്സിൽ നിന്ന് തെറ്റായ വാല്യൂസ് മൈനസ് ചെയ്യുക, അതിനുശേഷം കറക്റ്റായ വാല്യൂസ് കൂട്ടിക്കൊടുക്കുക. സോ ഇവിടെ നോക്കൂ, കറക്റ്റ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർമുല എന്തെന്ന് പറഞ്ഞു? ഇൻകറക്റ്റ് സിഗ്മ എക്സ്, തെറ്റായ സിഗ്മ എക്സ് 5000ൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? ഇൻകറക്റ്റ് വാല്യൂസ്. ഇൻകറക്റ്റ് വാല്യൂസ് ഏതൊക്കെയാണ്? 92ഉം 8 തെറ്റായ 2 വാല്യൂസിനെ മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് വേണം? പ്ലസ്. ഏതിനെ പ്ലസ് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് 192നെയും കൂട്ടണം, 88നെയും കൂട്ടണം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 5180 ആണ്. കറക്റ്റ് സിഗ്മ എക്സ് 5180 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് കറക്റ്റ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. കറക്റ്റ് മീന് എക്സ് ബാറിന്റെ ഫോർമുല എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ ആണ് ഫോർമുല, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സിഗ്മ എക്സ് ആണ് വേണ്ടത്. സോ 5180നെ ഡിവൈഡഡ് ബൈ എൻ, നമ്പർ ഓഫ് ഒബ്സർവേഷന് യാതൊരു വിധ ചേഞ്ചും ഇല്ല, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണു, വിച്ച് ഈസ് ഈക്വൽ ടു 51.8 ആണ് ആൻസർ വരിക. ഇതേ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. The average of 20 values is calculated to be 25. തന്നിരിക്കുന്നത് 20 വാല്യൂസിന്റെ മീന് ആവറേജ് 25 ആണെന്ന് തന്നിരിക്കുന്നു. Later it was discovered that 2 values 52 and 15 were misread as 42 and 51 respectively. പിന്നീടാണ് മനസ്സിലാക്കുന്നത് 2 വാല്യൂസ് 52നും 15നും പകരം കറക്റ്റ് ആയിട്ടുള്ള 2 വാല്യൂസ് എൻ്റർ ചെയ്തിട്ടുണ്ട്. വാല്യൂസ് ഏതൊക്കെയാണ്? 42 51 എൻ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ 20 ഒബ്സർവേഷൻസ് ഉണ്ട്. ഈ 20 ഒബ്സർവേഷനില് 42 51 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മീനാണ് 25. പക്ഷെ ആക്ച്വലി 42നും 51നും പകരം ഉണ്ടാവേണ്ടത് 52 15 ആണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള മീനാണ് ചോദിക്കുന്നത്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ ഇൻകറക്റ്റ് സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണു. ഇൻകറക്റ്റ് എന്ന് വെച്ചാൽ തെറ്റായ സിഗ്മ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണു. തെറ്റായ സിഗ്മ എക്സ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? മീന് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് ഫോർമുല. എക്സ് ബാർ നമുക്ക് തന്നിട്ടുണ്ട് 25 ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ. നമ്പർ ഓഫ് ഒബ്സർവേഷൻ എത്രയാ? 20 ആണ്. ഇനി ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 25 ഇൻറ്റു 20 ഈക്വൽ ടു എന്തായി മാറി? സിഗ്മ എക്സ് ആണെന്ന് കിട്ടും. 25 ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ എത്രയാണ് ആൻസർ വരിക? 500.
ഈക്വൽ ടു ആണ് സിഗ്മ എക്സ്. ഈ കിട്ടിയിരിക്കുന്ന സിഗ്മ എക്സ് എന്താണ്? തെറ്റായ സിഗ്മ എക്സ് ആണ്. കറക്റ്റ് സിഗ്മ എക്സ് വേണമെങ്കിൽ എന്താ ഫോർമുല? ഇൻകറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സ് ഏതാ? 500ൽ നിന്ന് മൈനസ് ചെയ്യണം. ആരിനെ മൈനസ് ചെയ്യണം? ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? 42നെയും 51നെയും മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കൂട്ടി കൊടുക്കണം. കറക്റ്റ് വാല്യൂസ് ഏതാണ് വരേണ്ടിയിരുന്നത്? 52ഉം 15ഉം ആണ് വരേണ്ടിയിരുന്നത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 474 ആണെന്ന് കിട്ടും. കറക്റ്റ് സിഗ്മ എക്സ് ഈക്വൽ ടു 474 ആണ് കിട്ടി. തീർന്നില്ല. നമുക്ക് വേണ്ടത് കറക്റ്റ് ആയിട്ടുള്ള മീൻ ആണ്. കറക്റ്റ് മീൻ ഈക്വൽ ടു ഫോർമുല എന്താണ്? സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സോ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ്, കറക്റ്റ് ആയിട്ടുള്ള സിഗ്മ എക്സ് 474 ഡിവൈഡഡ് ബൈ എൻ എത്രയാണ്? 20. ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 23.7 ആണ്. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. If you like the video, please subscribe and press the bell icon.